ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് നിൽക്കൂ. മുന്നോട്ടു പോകാൻ തിടുക്കം കാണിക്കരുത്. ഇതൊരു സാധാരണ കാര്യമല്ല, ഒരു വിനോദമോ കഥയോ അല്ല. എല്ലാം തകരുന്നതായി തോന്നുമ്പോഴും അദൃശ്യമായ എന്തോ ഒന്ന് നിങ്ങളെ തകരാൻ അനുവദിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിലെ ആ നിമിഷങ്ങളെക്കുറിച്ചാണിത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുകയാകാം, അല്ലെങ്കിൽ എല്ലാം ശരിയാണെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇത് കേൾക്കുന്നതാകാം. എന്നാൽ വിശ്വസിക്കുക, ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറുമൊരു യാദൃശ്ചികതയായിരിക്കില്ല. ഇന്ന് വെളിപ്പെടാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഭയത്തിന്റെ വേരുകളെ സ്പർശിക്കും. അതിനാൽ അവസാനം വരെ കേൾക്കുക, കാരണം ഇടയ്ക്കുവെച്ച് നിർത്തിയാൽ പറഞ്ഞ കാര്യങ്ങൾ പകുതി മാത്രം മനസ്സിലാക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തേക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ, യോജിപ്പുകൾ, വിയോജിപ്പുകൾ, ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്നിവ അവസാനം നിങ്ങളുടെ അഭിപ്രായമായി തീർച്ചയായും കുറിക്കുക. വാക്കുകളിലൂടെ പങ്കുവെക്കുന്നതും ഒരുതരം മോചനമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുക. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പരിഭ്രാന്തിയോടെ ചോദിച്ച ആ നിമിഷം. അവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഓരോ സംഭവത്തെയും ഉടനടി നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് വിലയിരുത്തുക എന്നത് മനുഷ്യന്റെ ഏറ്റവും പഴയ സ്വഭാവമാണ്. ജീവിതം ഒരു കോടതിയാണെന്നും നിങ്ങൾ ന്യായാധിപനാണെന്നും കരുതി ഓരോ നിമിഷവും വിധി പ്രസ്താവിക്കുന്നതുപോലെ. ജോലി പോയി ചീത്ത, ബന്ധം തകർന്നു ചീത്ത, അസുഖം വന്നു ചീത്ത, പദ്ധതി പരാജയപ്പെട്ടു ചീത്ത. എന്നാൽ വിധി പറയാൻ നിങ്ങൾ ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മുഴുവൻ കഥയും അറിയാമോ ഇല്ലയോ എന്ന്? ജീവിതം ഒരിക്കലും ഒരു അപൂർണമായ ചിത്രം നൽകുന്നില്ല, അത് പൂർണ്ണമായ ചിത്രമാണ് നൽകുന്നത്. എന്നാൽ നിങ്ങൾ അത് പകുതി ഫ്രെയിമിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതായത് 5 മിനിറ്റ് മാത്രം കണ്ട് ഒരു സിനിമ മോശമാണെന്ന് പറയുകയും പിന്നീട് ആ 5 മിനിറ്റായിരുന്നു മുഴുവൻ കഥയുടെയും അടിസ്ഥാനമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതുപോലെയാണിത്. നിയന്ത്രണം നിങ്ങളുടെ കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോഴാണ് പരിഭ്രാന്തി ഉണ്ടാകുന്നത്. സത്യമെന്തെന്നാൽ നിയന്ത്രണം ഒരിക്കലും നിങ്ങളുടെ കയ്യിലായിരുന്നില്ല. നിങ്ങൾ ഈ കളിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയൊരു മിഥ്യാബോധം നിങ്ങൾക്ക് നൽകിയത്. ഒരു കുട്ടി സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ പിതാവ് പിന്നിൽ പിടിച്ചോടുന്നു. താനാണ് സൈക്കിൾ ഓടിക്കുന്നതെന്ന് കുട്ടി കരുതുന്നു. ഒരു നിമിഷം പിതാവ് കൈവിടുന്നു. കുട്ടി പതറുന്നു, ഭയപ്പെടുന്നു, ചിലപ്പോൾ വീഴുകയും ചെയ്യും. എന്നാൽ അന്നാണ് അവൻ യഥാർത്ഥത്തിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ നിങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് എതിരല്ല, അവ നിങ്ങളെ യഥാർത്ഥ സന്തുലിതാവസ്ഥ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ മനസ്സെന്താണ് ചെയ്യുന്നത്? അത് ഭാവിയിലേക്ക് ഓടുന്നു. ഇനി എന്ത് സംഭവിക്കും? മുന്നോട്ടെന്താകും? അങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ സംഭവിച്ചാൽ, ഈ എങ്കിൽ എന്ന കാട്ടിലാണ് പരിഭ്രാന്തി ജനിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ നിമിഷം യഥാർത്ഥത്തിൽ എന്തെങ്കിലും അപകടമുണ്ടോ, അതോ അപകടം നിങ്ങളുടെ സങ്കല്പത്തിൽ മാത്രമാണോ? മനസ്സൊരു കഥാകാരനാണ്. മിക്ക ദുഃഖങ്ങളും അത് മെനയുന്ന കഥകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നല്ല. സംഭവം ചെറുതായിരിക്കും, എന്നാൽ കഥ വലുതാകും. ഒരാൾ സംസാരിച്ചില്ല, സംഭവം കഴിഞ്ഞു. മനസ്സ് കഥയുണ്ടാക്കി, അവർക്കെന്നോട് ദേഷ്യമാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിക്കും, ഞാൻ ഒറ്റപ്പെടും. അങ്ങനെ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ കഥയോർത്ത് നിങ്ങൾ തന്നെ ഭയപ്പെടാൻ തുടങ്ങുന്നു. സംഭവിക്കുന്നത് വെറുമൊരു സംഭവം മാത്രമാണ്. നല്ലതോ ചീത്തയോ എന്നത് നിങ്ങളുടെ ലേബലാണ്. ലേബലുകൾ എപ്പോഴും അപൂർണമായ ധാരണയിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരു വിത്തിനെ നോക്കൂ, അതിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് നിലവിളിക്കുമായിരുന്നു, എന്നെ എന്തിനാണ് ഇരുട്ടിൽ കുഴിച്ചിട്ടത്? എന്റെ സ്വാതന്ത്ര്യം കവർന്നെടുത്തു, ഞാൻ മരിക്കുകയാണ്. അതിനെന്തറിയാം? ആ മൂടപ്പെടലാണ് അതിന്റെ വികാസം. ആ ഇരുട്ടാണ് അതിന്റെ വേരുകൾ സൃഷ്ടിക്കുന്നത്. ആ മണ്ണാണ് അതിന്റെ ആകാശമാകാൻ തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് നിങ്ങളുടെ വേരുകളെ ആഴമുള്ളതാക്കുന്നത്. എന്നാൽ നിങ്ങൾ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു. എല്ലാം എളുപ്പമാകണം, നേരെയാകണം, വ്യക്തമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അപ്പോൾ നിങ്ങൾ ഉപരിപ്ലവമായി അവശേഷിക്കും. ആഴം എപ്പോഴും സമ്മർദ്ദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭയപ്പെടാതിരിക്കുക. ഇതൊരു ആശ്വാസവാക്കല്ല, ഇത് അസ്തിത്വത്തിന്റെ നിയമമാണ്. കാര്യങ്ങൾ നിങ്ങളുടെ പദ്ധതിയനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ അവ പലപ്പോഴും നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എവിടെ നിന്നാണ് വന്നത്? സുഖസൗകര്യങ്ങളിൽ നിന്നോ, അതോ തകർച്ചകളിൽ നിന്നോ? ഏറ്റവും ആഴത്തിലുള്ള ധാരണ എവിടെ നിന്നാണ് വന്നത്? സന്തോഷത്തിന്റെ ബഹളത്തിൽ നിന്നോ, അതോ ദുഃഖത്തിന്റെ നിശബ്ദതയിൽ നിന്നോ? എല്ലാം അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതിയ ദിവസങ്ങൾ, മിക്കവാറും ആ ദിവസങ്ങളായിരുന്നു ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണുകൾ കണ്ണീർ കൊണ്ട് നിറഞ്ഞിരുന്നു. കണ്ണീർ ഭാവിയെ കാണാൻ അനുവദിക്കില്ല, അവ വേദന മാത്രമേ കാണിക്കൂ. നിങ്ങളുടെ പരിഭ്രാന്തി എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്നതിന്റെ സൂചനയല്ല, മിക്കവാറും അത് പഴയതെന്തോ തകരുന്നു എന്നതിന്റെ സൂചനയാണ്. പഴയത് തകരാതെ പുതിയതിനൊരിക്കലും ജനിക്കാൻ കഴിയില്ല. പഴയ ചട്ടക്കൂടിൽ നിങ്ങൾ സുരക്ഷിതത്വം കണ്ടെത്തുന്നു.
അത് നിങ്ങൾക്ക് ദുഃഖം നൽകുന്നതാണെങ്കിൽ പോലും പുതിയത് ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു. അത് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതാണെങ്കിൽ പോലും അതുകൊണ്ട് ജീവിതം നിങ്ങളെ പഴയതിൽ നിന്ന് വലിച്ച് പുതിയതിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അതിനെ ശത്രുവായി കാണുന്നു. അസ്തിത്വം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളുടെ മിഥ്യാധാരണകൾക്കെതിരാണ്. മിഥ്യാധാരണകൾ തകരുമ്പോൾ വേദനയുണ്ടാകും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ തെറ്റിപ്പോയി എന്ന് പറയരുത്. എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷേ കഥ ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്ന് മാത്രം പറയുക. ഈ വാചകം പരിഭ്രാന്തിയെ വിശ്വാസമാക്കി മാറ്റുന്നതിനുള്ള ആദ്യ പടിയാണ്. നിങ്ങൾക്ക് മുഴുവൻ തിരക്കഥയും നൽകിയിട്ടില്ല, അടുത്ത രംഗം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ ഒരൊറ്റ രംഗത്തിൽ നിന്നാണ് നിങ്ങൾ മുഴുവൻ നാടകത്തിന്റെയും വിധി തീരുമാനിക്കുന്നത്. ഒന്ന് നിൽക്കൂ, നോക്കൂ, ശ്വാസമെടുക്കൂ, കാത്തിരിക്കൂ. ജീവിതം തിടുക്കത്തിൽ അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തില്ല. സംഭവിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റാനാണ് വന്നിരിക്കുന്നത്. ഈ പ്രക്രിയ എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ അത് എപ്പോഴും അർത്ഥവത്തായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഭയം എന്ന് വിളിക്കുന്നത് കുറച്ചുകാലം കഴിയുമ്പോൾ അതൊരു വഴിത്തിരിവായി നിങ്ങൾ മാറ്റും. ആ വഴിത്തിരിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞുനോക്കി പുഞ്ചിരിക്കും. അത് സംഭവിച്ചത് നന്നായി എന്ന് തോന്നും. എന്നാൽ ആ പുഞ്ചിരിയിലെത്താൻ നിങ്ങൾ ഈ പരിഭ്രാന്തിയുടെ പാലത്തിലൂടെ കടന്നുപോയേ തീരൂ. വിശ്വാസം എന്നത് മനസ്സുകൊണ്ട് പിടിച്ചെടുക്കേണ്ട ഒരു ചിന്തയല്ല. വിശ്വാസം ഒരു വീഴലാണ്, എന്നാൽ ഭയമില്ലാതെ. ഗാഢനിദ്രയിൽ ഒരാൾ കിടക്കയിലേക്ക് വീഴുന്നതുപോലെ. നിലം തനിക്ക് മുറിവേൽപ്പിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ജീവിതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങാൻ നിങ്ങൾ മറന്നുപോയി. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഉള്ളിൽ 1000 വ്യവസ്ഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. എല്ലാം ശരിയായി നടന്നാൽ വിശ്വാസം, പദ്ധതി പൂർത്തിയായാൽ വിശ്വാസം, ആളുകൾ കൂടെ നിന്നാൽ വിശ്വാസം. ഇതൊരു കച്ചവടമാണ്, വിശ്വാസമല്ല. വിശ്വാസം തുടങ്ങുന്നത് പിടിക്കാൻ മറ്റൊന്നും ബാക്കിയില്ലാത്തപ്പോഴാണ്. എന്നിട്ടും നിങ്ങൾ ഉള്ളിൽ നിന്ന് തകരുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുക, എല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നടക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കഠിനാധ്വാനം ചെയ്തു, അതുകൊണ്ട് കിട്ടി, ഞാൻ ശരിയായ തീരുമാനമെടുത്തു. അതായത് മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെ. എന്നാൽ എന്തെങ്കിലും വിപരീതമായി സംഭവിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട്? അതായത് ജീവിതത്തോട് ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സൗകര്യത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. സത്യത്തിലല്ല. ജീവിതത്തിന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. സൂര്യൻ നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല ഉദിക്കുന്നത്, നിങ്ങളുടെ സംശയം കൊണ്ട് നിൽക്കുന്നുമില്ല. നദികൾ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല ഒഴുകുന്നത്. നിങ്ങളുടെ ശ്വാസം പോലും നിങ്ങളുടെ അനുവാദമില്ലാതെയാണ് നടക്കുന്നത്. എന്നിട്ട് മുഴുവൻ ജീവിതവും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ പരിഭ്രാന്തിയായി. വിശ്വാസമെന്നാൽ എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ എതിർക്കില്ല എന്നാണ്. ഇത് തോൽവി സമ്മതിക്കലല്ല. ഇത് ജീവിതത്തോടുള്ള പോരാട്ടം അവസാനിപ്പിക്കലാണ്. പോരാടി പോരാടി നിങ്ങൾ തളർന്നിരിക്കുന്നു. എന്നാൽ ശീലം അത്രയ്ക്ക് പഴയതായതിനാൽ സമാധാനവും വിചിത്രമായി തോന്നുന്നു. ഒരു കാര്യം ഓർക്കുക, ഭയം വരുന്നത് ഭാവിയിൽ നിന്നാണ്, വിശ്വാസം വർത്തമാനത്തിൽ നിന്നും. ഭയം ചോദിക്കുന്നു, ഇനി എന്ത് സംഭവിക്കും? വിശ്വാസം പറയുന്നു, ഇപ്പോൾ എന്താണോ ഉള്ളത്, ഞാൻ അതിനൊപ്പമുണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് ഓടുമ്പോൾ നിങ്ങൾ സങ്കല്പത്തിന്റെ ഇരുട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ ഉറപ്പില്ല. അതുകൊണ്ട് മനസ്സ് ഏറ്റവും മോശമായ ചിത്രം വരയ്ക്കുന്നു. ഇതാണ് പരിഭ്രാന്തി. വിശ്വാസം ഭാവിയുടെ ഗ്യാരണ്ടി നൽകുന്നില്ല, എന്നാൽ അത് നിങ്ങളെ വർത്തമാനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. വർത്തമാനത്തിൽ ഉറച്ചുപോയ ഒന്നിനെ കൊടുങ്കാറ്റിനു പോലും പിഴുതെറിയാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ട്? കാരണം ആ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായും വർത്തമാനത്തിലാണ്. വിശ്വാസവും അതേ അവസ്ഥയാണ്. യാതൊരു ബാഹ്യകാരണവുമില്ലാതെ വിശ്വാസമർപ്പിച്ചാൽ ദൗർബല്യം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നേരെ തിരിച്ചാണ്. ജീവിതത്തോട് പോരാടുന്നവൻ എപ്പോഴും സമ്മർദ്ദത്തിലായിരിക്കും. ജീവിതത്തോടൊപ്പം ഒഴുകുന്നവനിൽ സ്വാഭാവികമായ ഒരു ശക്തി കൈവരുന്നു. നദി പാറയുമായി കൂട്ടിയിടിക്കുന്നില്ല, പോരാടാതെ തന്നെ അതിനെ ഉരച്ചുമാറ്റുന്നു. വിശ്വാസമെന്നാൽ ദുഃഖം വരില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. ദുഃഖം വന്നാൽ നിങ്ങൾ തകരില്ല, ഒഴുകും എന്നാണ്. വ്യത്യാസം ചെറുതായി തോന്നാം, എന്നാൽ അത് ജീവിതം മാറ്റിമറിക്കും. ശക്തനാകാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ശക്തി പലപ്പോഴും കടുപ്പമായി മാറുന്നു. വിശ്വാസം വഴക്കമുള്ളതാണ്. മരത്തിന്റെ ഉണങ്ങിയ കൊമ്പ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞുപോകുന്നു. പച്ചക്കൊമ്പ് വളയുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നു. പരിഭ്രാന്തി പറയുന്നു, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. വിശ്വാസം പറയുന്നു, ഇത് സംഭവിച്ചു. ഇനി ഇതിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഈ കാഴ്ചപ്പാട് മാറുമ്പോൾ തന്നെ സംഭവത്തിന്റെ അർത്ഥവും മാറുന്നു. മുമ്പ് ശത്രുവായി തോന്നിയ കാര്യം പിന്നീട് ഗുരുവായി മാറുന്നു.
മുമ്പ് ശിക്ഷയായി തോന്നിയത് പിന്നീട് വഴികാട്ടിയാകുന്നു. വിശ്വാസം അന്ധതയല്ല, ഇത് ആഴത്തിലുള്ള കാഴ്ചയാണ്. സംഭവത്തിന് പിന്നിലെ പ്രക്രിയ കാണാൻ കഴിയുന്നത്ര ആഴത്തിലുള്ള കാഴ്ച. ഒരു സർജൻ കത്തി ഉപയോഗിക്കുന്നതുപോലെ. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ക്രൂരതയായി തോന്നും, എന്നാൽ ഉള്ളിൽ ചികിത്സ നടക്കുകയാണ്. ജീവിതം പലപ്പോഴും ശസ്ത്രക്രിയ നടത്താറുണ്ട്. ബന്ധങ്ങൾ മുറിച്ചുമാറ്റുന്നു, പദ്ധതികൾ തകർക്കുന്നു, അഹംഭാവം ഇല്ലാതാക്കുന്നു. വേദനിക്കുന്നുവെന്ന് നിങ്ങൾ നിലവിളിക്കുന്നു, എന്നാൽ ജീവിതം പുഞ്ചിരിക്കുന്നു. വിഷം പുറത്തു പോവുകയാണ്. നിങ്ങളുടെ പരിഭ്രാന്തി പറയുന്നു, എല്ലാം ചിതറുകയാണ്. വിശ്വാസം മന്ത്രിക്കുന്നു, പഴയ ചട്ടക്കൂട് മാറുകയാണ്. നിങ്ങൾ ഇതുകൂടി മനസ്സിലാക്കണം. വിശ്വാസമെന്നാൽ നിങ്ങൾ നിഷ്ക്രിയരാകുക എന്നല്ല അർത്ഥമാക്കുന്നത്. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, പൂർണ്ണ ബോധത്തോടെ, പൂർണ്ണ സത്യസന്ധതയോടെ. വ്യത്യാസം ഇത്രമാത്രം: ഫലത്തെ മുറുകെ പിടിച്ചിരിക്കരുത്. വിത്ത് പാകുക എന്നത് നിങ്ങളുടെ കയ്യിലാണ്, മഴ കൊണ്ടുവരിക എന്നതല്ല. നിങ്ങൾ ഫലത്തെ മുറുകെ പിടിക്കുമ്പോൾ ഓരോ കാലതാമസവും, ഓരോ വഴിത്തിരിവും, ഓരോ മാറ്റവും പരിഭ്രാന്തിയായി മാറുന്നു. നിങ്ങൾ കർമ്മം ചെയ്യുകയും ഫലം സ്വതന്ത്രമായി വിടുകയും ചെയ്യുമ്പോൾ ഓരോ ഫലവും അനുഭവമായി മാറുന്നു, ഭാരമാകുന്നില്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രു താരതമ്യമാണ്. അവന് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചില്ല? എനിക്ക് മാത്രം എന്തുകൊണ്ട്? ജീവിതം ആരോടും താരതമ്യം ചെയ്യുന്നില്ല. നിങ്ങളെ നിങ്ങളുടെ വഴിയിലേക്ക് തള്ളിവിടുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോ വഴിയും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഏത് മുറിവിൽ നിന്നാണോ പഠിക്കേണ്ടത് അത് മറ്റൊരാൾക്കൊരുപക്ഷെ ഒരിക്കലും ലഭിച്ചേക്കില്ല. അവന് ലഭിച്ചത് നിങ്ങൾക്ക് ഉപയോഗശൂന്യവുമായിരിക്കും. അതിനാൽ താരതമ്യം ദുഃഖം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, വിവേകമല്ല. വിശ്വാസം ഏകാന്തതയിലാണ് വിരിയുന്നത്. ജനക്കൂട്ടത്തിന്റെ ശബ്ദത്തിൽ നിന്ന് അല്പം മാറി നിങ്ങളുടെ ഉള്ളിലെ നേർത്ത ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം നിയന്ത്രണത്തിലല്ല, എങ്കിലും എല്ലാം താറുമാറായിട്ടുമില്ല. നിങ്ങളുടെ ധാരണകൾക്കുമപ്പുറമുള്ള ഒരു അദൃശ്യ വ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യവസ്ഥയ്ക്ക് പേര് നൽകാം, അല്ലെങ്കിൽ പേരില്ലാതെയും അത് അനുഭവിക്കാം. പേരിൽ കാര്യമില്ല, അനുഭവത്തിലാണ് കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ആ കാര്യം. ഇനി സങ്കൽപ്പിക്കുക, 5 വർഷത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. നിങ്ങൾക്കിപ്പോൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരിടത്തേക്ക് ഒരുപക്ഷെ അതേ സംഭവം നിങ്ങളെ എത്തിച്ചേക്കാം. ജീവിതത്തിന്റെ വിരോധാഭാസം ഇതാണ്. നിങ്ങൾ നടുവിലായിരിക്കുമ്പോൾ എല്ലാം കുഴപ്പത്തിലാണെന്ന് തോന്നും. അവസാനമെത്തുമ്പോഴാണ് നൂലുകൾ എത്ര മനോഹരമായാണ് ബന്ധിപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാകുന്നത്. വിശ്വാസം ആ മനസ്സിലാക്കലിന് മുമ്പ് ജീവിക്കുന്ന കലയാണ്. ഇരുട്ടുമുറിയിൽ നിന്നുകൊണ്ട് വെളിച്ചം എവിടെയെന്ന് നിലവിളിക്കുന്നതുപോലെയാണ് പരിഭ്രാന്തി. എന്നാൽ വിശ്വാസം സാവധാനം കൈനീട്ടി ഭിത്തിയിൽ തപ്പിനോക്കുന്നതുപോലെയാണ്. അപ്പോൾ സ്വിച്ച് കണ്ടെത്തുന്നു. വെളിച്ചം എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൈകളായിരുന്നു അസ്വസ്ഥമായിരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം നിങ്ങളെ സാവധാനം നിങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. കാരണം അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങൾ വെറുമൊരു സാഹചര്യത്തിന്റെ ഇരയല്ലെന്ന്, ബോധത്തിന്റെ ഭാഗമാണെന്ന്. മരത്തെ വളർത്തുകയും മുറിവുണക്കുകയും രാത്രിയെ പകലാക്കുകയും ചെയ്യുന്ന അതേ ബുദ്ധി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. വിശ്വാസം പുറത്തുനിന്നല്ല വരുന്നത്, അത് ഉള്ളിലെ ആ ബുദ്ധിയെ തിരിച്ചറിയലാണ്. ഈ തിരിച്ചറിവ് ആഴമുള്ളതാകുന്തോറും പരിഭ്രാന്തിയുടെ പീട്ടി അയഞ്ഞു തുടങ്ങും. സംഭവങ്ങൾ പഴയതുപോലെ തന്നെ തുടരും. എന്നാൽ നിങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല. സമർപ്പണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ഭയപ്പെടുന്നു. ഇനി എല്ലാം നഷ്ടപ്പെടുമെന്ന് അതിന് തോന്നുന്നു. ഇനി ഞാൻ ഇല്ലാതാകും. ഇനി എനിക്ക് വ്യക്തിത്വമുണ്ടാകില്ല. മനസ്സ് സമർപ്പണത്തെ തോൽവിയായി കാണുന്നു. എന്നാൽ അസ്തിത്വത്തിന്റെ ഭാഷയിൽ സമർപ്പണമാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പോരാടുകയായിരുന്നു. സാഹചര്യങ്ങളോട്, ആളുകളോട്, നിങ്ങളുടെ ഭൂതകാലത്തോട്, നിങ്ങളുടെ ഭാവിയോട്. നിങ്ങളോട് പോലും ഈ പോരാട്ടം അത്രയ്ക്ക് പഴയതായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ ആ ക്ഷീണം ഒന്ന് അനുഭവിച്ചു നോക്കൂ. ഉള്ളിലെവിടെയോ കടുത്ത ക്ഷീണമുണ്ട്. ഈ ക്ഷീണം ജോലി കൊണ്ടുള്ളതല്ല, സംഘർഷം കൊണ്ടുള്ളതാണ്. സമർപ്പണം എന്നാൽ ആ ക്ഷീണത്തെ അംഗീകരിക്കലാണ്. ഇനി ഞാൻ ജീവിതത്തെ അതിന്റെ വഴിക്ക് വിടും എന്ന് പറയലും. ഇത് ഒളിച്ചോടലല്ല, ഇത് ഒഴുകലാണ്. നിങ്ങൾ നദിയെ നോക്കൂ. അത് പർവ്വതങ്ങളോട് പോരാടുന്നുണ്ടോ? വഴിയിലുള്ള പാറകളോട് കേസ് കൊടുക്കുന്നുണ്ടോ? അത് അതിന്റെ വഴി കണ്ടെത്തുന്നു. ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു, ചിലപ്പോൾ അങ്ങോട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നദി തോറ്റുവെന്നും വഴിമാറിയെന്നും തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അത് സമുദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് നേരായ വഴിയാണ് വേണ്ടത്. ജീവിതം വളഞ്ഞ വഴികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സമർപ്പണമെന്നാൽ ഞാൻ ദിശ നിശ്ചയിക്കില്ല, എന്നാൽ നടക്കുന്നത് അവസാനിപ്പിക്കുകയുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്.
ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ബഹളങ്ങളുണ്ട്. ആഗ്രഹങ്ങളുടെ, ഭയത്തിന്റെ, പ്രതീക്ഷകളുടെ, പശ്ചാത്താപത്തിന്റെ. ഈ ബഹളത്തിൽ ജീവിതത്തിന്റെ നേർത്ത മന്ത്രണം കേൾക്കാൻ കഴിയില്ല. ആ ബഹളത്തെ സാവധാനം ശാന്തമാകാൻ അനുവദിക്കുന്നതാണ് സമർപ്പണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ അസ്വസ്ഥരായിരിക്കുമ്പോൾ പെട്ടെന്ന് കരയുകയും അതിനുശേഷം ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. പ്രശ്നം അവസാനിക്കുന്നില്ല, പക്ഷേ ഭാരം അല്പം കുറയുന്നു. എന്തുകൊണ്ട്? കാരണം കുറച്ചു നേരത്തേക്ക് നിങ്ങൾ പ്രതിരോധം ഉപേക്ഷിച്ചു. കണ്ണീരാണ് സമർപ്പണത്തിന്റെ ആദ്യ ഭാഷ. സമർപ്പണത്തിൽ നിങ്ങൾ ജീവിതത്തോട് പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നിങ്ങൾ അന്ധനല്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വിട്ടുകളഞ്ഞാൽ എല്ലാം തകരുമെന്ന് മനസ്സ് പറയും. എന്നാൽ സത്യം മറിച്ചാണ്. നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ തകരുന്നത്. മുറുകെ പിടിച്ച പൂവ് വാടിപ്പോകുന്നു. തുറന്ന കൈവെള്ളയിൽ വെച്ച പൂവ് കൂടുതൽ നേരം പുതുമയോടെ ഇരിക്കുന്നു. എല്ലാത്തിനെയും സ്ഥിരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വേദന. ആളുകൾ, ബന്ധങ്ങൾ, വിജയം, ശരീരം, സാഹചര്യങ്ങൾ എന്നിവയെല്ലാം. സമർപ്പണം എന്നാൽ ജീവിതം മാറുമെന്നും മാറ്റം അതിന്റെ സ്വഭാവമാണെന്നും അംഗീകരിക്കലാണ്. അതൊരു തെറ്റല്ല. മാറ്റം വരുമ്പോൾ നിങ്ങൾ പറയുന്നു, അങ്ങനെയല്ല നടക്കേണ്ടിയിരുന്നത്. അതാണ് പോരാട്ടം. സമർപ്പണം പറയുന്നു, ഇത് സംഭവിക്കുന്നു, ഞാൻ അതിനൊപ്പം സഞ്ചരിക്കും. ഇതിനർത്ഥം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടില്ല എന്നല്ല. വേദനയുണ്ടാകും. എന്നാൽ വേദനയോട് പോരാട്ടമുണ്ടാകില്ല. പോരാട്ടമില്ലാതെ വേദന ദുരിതമായി മാറില്ല. അത് നിങ്ങളെ കൂടുതൽ ആഴമുള്ളവരാക്കുന്ന അനുഭവമായി മാറുന്നു. ചിന്തിച്ചു നോക്കൂ, ഞാൻ എപ്പോഴും ശരിയാണ്, ഈ ബന്ധം ഒരിക്കലും തകരില്ല, ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും ധാരണ തകരുമ്പോൾ നിങ്ങൾക്ക് വലിയ മുറിവേൽക്കുന്നു. മുറിവേൽക്കുന്നത് സംഭവത്തേക്കാൾ കൂടുതൽ ധാരണകൾ തകരുമ്പോഴാണ്. സമർപ്പണമെന്നാൽ ധാരണയേക്കാൾ യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം നൽകുക എന്നാണ്. നിങ്ങളുടെ മനസ്സിന്റെ കഥ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ കഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. സമർപ്പണത്തിൽ വിചിത്രമായ ഒരു സമാധാനമുണ്ട്. പുറത്തു കൊടുങ്കാറ്റായിരിക്കാം, എന്നാൽ ഉള്ളിലൊന്നും ഇളകാത്ത ഒരു ഇടം രൂപപ്പെടുന്നു. ആ ഇടമാണ് നിങ്ങളുടെ യഥാർത്ഥ കേന്ദ്രം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, സംഭവങ്ങൾ പുറത്താണ് നടക്കുന്നത്, ഞാൻ അവയുടെ സാക്ഷി മാത്രമാണ്. സമർപ്പണം നിങ്ങളെ ഇരയിൽ നിന്ന് സാക്ഷിയാക്കി മാറ്റുന്നു. നിങ്ങൾ ഇരയാകുമ്പോൾ ഓരോ സംഭവവും നിങ്ങൾക്കെതിരായി തോന്നും. നിങ്ങൾ സാക്ഷിയാകുമ്പോൾ ഓരോ സംഭവവും ഒരു കാഴ്ചയായി മാറുന്നു. നിങ്ങൾ അതിൽ പങ്കാളിയാകുന്നുണ്ട്, എന്നാൽ മുങ്ങിപ്പോകുന്നില്ല. ഒരു അഭിനേതാവ് വേദിയിൽ കരയുന്നു, നിലവിളിക്കുന്നു, മരിക്കുകയും ചെയ്യുന്നു, എന്നാൽ ഉള്ളിൽ അയാൾക്കറിയാം, ഞാൻ ഈ വേഷം ചെയ്യുകയാണെന്ന്. സമർപ്പണം നിങ്ങളെ ജീവിതത്തിലെ ബോധമുള്ള ഒരു അഭിനേതാവാക്കുന്നു. നിങ്ങൾ ആ വേഷം പൂർണ്ണ സത്യസന്ധതയോടെ ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആ വേഷമല്ലെന്ന് ഉള്ളിലറിയുന്നു. ഈ ധാരണ പരിഭ്രാന്തിയെ അലിയിച്ചു കളയുന്നു. സമർപ്പണത്തിന്റെ മറ്റൊരു വശം ഫലത്തെ ഉപേക്ഷിക്കുക എന്നതാണ്. നിങ്ങൾ ശ്രമിക്കുക, എന്നാൽ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾ ആ വാശി ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പോരാട്ടത്തിൽ നിന്ന് മാറി അവബോധത്തിലേക്ക് മാറുന്നു. അപ്പോൾ ആദ്യമായി നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും, ഏത് വാതിലാണ് അടഞ്ഞതെന്നും ഏത് ജനാലയാണ് നിശബ്ദമായി തുറന്നതെന്നും. സമർപ്പണം തോൽവിയല്ല. ജീവിതത്തോട് ദേഷ്യപ്പെട്ട് നിങ്ങൾ നിങ്ങളെത്തന്നെ അടച്ചുപൂട്ടുമ്പോഴാണ് തോൽവിയുണ്ടാകുന്നത്. സമർപ്പണത്തിൽ നിങ്ങൾ തുറന്നിരിക്കുന്നു. എന്തുതന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ തലച്ചോറിനേക്കാൾ വലിയ ആഴത്തിലുള്ള ഒരു ബുദ്ധിയുണ്ട്. തലച്ചോർ ബഹളമുണ്ടാക്കുന്നു, ബുദ്ധി ശാന്തമായിരിക്കുന്നു. സമർപ്പണമെന്നാൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുമ്പോൾ ആ സമാധാനത്തിൽ വിശ്വസിക്കലാണ്. തീരുമാനങ്ങളും കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങുന്നു. കാരണം അവ ഭയത്തിൽ നിന്നല്ല, വ്യക്തതയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഒളിച്ചോടുന്നില്ല, പ്രതികരിക്കുന്നില്ല. നിങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് തീരുമാനമെടുക്കുന്നു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സമർപ്പണം നിങ്ങളെ ദുർബലനാക്കുന്നില്ല, മറിച്ച് എപ്പോഴും ഭയത്തെ ആശ്രയിച്ചു നിന്നിരുന്ന ആ വ്യാജശക്തിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. കൂടാതെ സാവധാനം നിങ്ങൾ തിരിച്ചറിയുന്നു, ജീവിതം നിങ്ങൾക്കെതിരായിരുന്നില്ല എന്ന്. അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ആത്മാവിന് വികസിക്കാൻ കഴിയുന്ന ഒരിടത്തേക്കാണ്. നിങ്ങളുടെ പരിമിതമായ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയുന്ന ഒരിടത്തേക്ക്. സമർപ്പണത്തിൽ നിങ്ങൾ പറയുന്നു, ഞാൻ തയ്യാറാണ്. എങ്ങോട്ട് കൊണ്ടുപോയാലും ഞാൻ പഠിക്കും, ഞാൻ തുറന്ന മനസ്സോടെയിരിക്കും. മുക്തി എന്നത് ഒരു മലമുകളിലിരിക്കുന്ന അനുഭവമല്ല. നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലകൾ പുറത്തല്ല, ഉള്ളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് മുക്തി തുടങ്ങുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ആ ചങ്ങലകൾ ഇരുമ്പുകൊണ്ടല്ല, ചിന്തകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ്. ഞാൻ കുടുങ്ങിപ്പോയി എന്ന് നിങ്ങൾ പറയുന്നു. എന്നാലൊന്ന് നോക്കൂ, യഥാർത്ഥത്തിൽ സാഹചര്യമാണോ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനമാണോ എന്ന്? രണ്ടുപേർ ഒരേ സംഭവത്തിലൂടെ കടന്നുപോകുന്നു. ഒരാൾ തകരുന്നു,
മറ്റൊരാൾ പക്വത പ്രാപിക്കുന്നു. സംഭവം ഒന്ന്, ഫലം വ്യത്യസ്തം. വ്യത്യാസം സംഭവത്തിലല്ല, ഉള്ളിലെ പിടുത്തത്തിലാണ്. മുക്തി എന്നാൽ പീട്ടി അയയുക എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പല കഥകളും മെനഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്കെപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്റെ വിധി മോശമാണ്, ആളുകൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ വാക്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വമായി മാറി. നിങ്ങൾ ഇവ സത്യമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവ വെറും പഴയ അനുഭവങ്ങളുടെ പൊടിപടലങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ കഥകളിൽ പറ്റി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ പുതിയ ഓരോ സംഭവത്തെയും പഴയ കണ്ണുകളിലൂടെ കാണും. അതേ ചക്രം തുടരുകയും ചെയ്യും. മുക്തിയിലേക്കുള്ള ആദ്യപടി നിങ്ങളുടെ സ്വന്തം കഥയെ സംശയിക്കുക എന്നതാണ്. നിങ്ങൾക്ക് സംഭവിച്ചത് തന്നെയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ? അതോ അവയുടെയെല്ലാം സാക്ഷിയായ ആളാണോ നിങ്ങൾ? ഒരു മുറിയുടെ ജനൽ വർഷങ്ങളോളം അടഞ്ഞുകിടന്നാൽ ഉള്ളിൽ ഇരുട്ട് നിറയും. പിന്നീട് ആരെങ്കിലും വന്ന് ജനൽ തുറന്നാൽ ഇരുട്ട് ഓടിപ്പോകുന്നില്ല. പകരം വെളിച്ചം വരുന്നു. ഇരുട്ടിനെ പുറത്താക്കേണ്ട ആവശ്യമില്ല. മുക്തിയും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ഭയം, ഭൂതകാലം, നിങ്ങളുടെ തെറ്റുകൾ എന്നിവയോടൊന്നും നിങ്ങൾ പോരാടേണ്ടതില്ല. അവബോധത്തിന്റെ ജനാല തുറക്കുക മാത്രം മതി. നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ പീട്ടി അയാൻ തുടങ്ങും. എല്ലാത്തിനെയും എന്റേത് എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ടായത്. എന്റെ ബന്ധം, എന്റെ കരിയർ, എന്റെ അഭിമാനം, എന്റെ ഭാവി. എന്റെ എന്ന വാക്ക് എത്രത്തോളം വലുതാകുന്നുവോ ഭയവും അത്രത്തോളം ആഴമുള്ളതാകും. കാരണം നിങ്ങൾ എന്റേത് എന്ന് വിളിക്കുന്നതെന്തോ അത് നഷ്ടപ്പെടുമെന്ന ഭയം എപ്പോഴും കൂടെ വരും. മുക്തി എന്നത് എന്റേത് എന്നതിൽ നിന്നുള്ള ഒരു യാത്രയാണ്. ഇതൊരു ബന്ധമാണ്. അത് അനുഭവിക്കുക. ഇതൊരു ജോലിയാണ്. മുഴുവൻ അർപ്പണബോധത്തോടെയും ചെയ്യുക. ഇതൊരു ശരീരമാണ്. അതിനെ സംരക്ഷിക്കുക. എന്നാൽ ഉള്ളിലറിയുക, ഇതെല്ലാം നിങ്ങളുടെ കൈവശമുണ്ട്. അത് നിങ്ങളല്ല. ഈ തിരിച്ചറിവ് വരുമ്പോൾ തന്നെ ഒരു ലാഘവമുണ്ടാകുന്നു. നിങ്ങൾ ഒളിച്ചോടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, എന്നാൽ ഒട്ടിപ്പിടിക്കുന്നുമില്ല. ഒരു പീട്ടി മണൽ മുറുകെ പിടിച്ചാൽ അത് താഴെ വീഴും. കൈവെള്ള തുറന്നാൽ അത് അവിടെ തന്നെ നിൽക്കും. ജീവിതവും ഇതുപോലെയാണ്. മുക്തി എന്നാൽ ഉത്തരവാദിത്തം ഉപേക്ഷിക്കലല്ല. ഇതിനർത്ഥം ഭാരം ഉപേക്ഷിക്കലാണ്. ഉത്തരവാദിത്തം സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. ഭാരം ഭയത്തിൽ നിന്നും. ഭയം കാരണം നിങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോൾ അതിന് ഭാരം തോന്നും. സ്നേഹത്തോടെ എടുത്താൽ അത് സേവനമായി മാറുന്നു. എല്ലാം നിയന്ത്രണത്തിൽ വയ്ക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജീവിതം കൈവിട്ടുപോകും. നിയന്ത്രണത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ചുവടുവെപ്പാണ് മുക്തി. ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ മിക്ക ദുഃഖങ്ങളും യഥാർത്ഥത്തിൽ നിന്നല്ല, സങ്കല്പത്തിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞുപോയതിനെ നിങ്ങൾ വീണ്ടും വീണ്ടും ജീവിക്കുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ ഇപ്പോഴുള്ളതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. മുക്തി എന്നത് സമയത്തിന്റെ ഈ തടവറയിൽ നിന്ന് പുറത്തുവരലാണ്. നിങ്ങൾ പൂർണ്ണമായും വർത്തമാനത്തിലെത്തുമ്പോൾ ഭൂതകാലത്തിന്റെ ഭാരമോ ഭാവിയെക്കുറിച്ചുള്ള പരിഭ്രാന്തിയോ ഉണ്ടാകില്ല. ഈ നിമിഷം മാത്രം, ഈ നിമിഷത്തിലെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണെന്ന് നിങ്ങൾ കണ്ടെത്തും. മുക്തിയൊരു നേട്ടമല്ല, അതൊരു തിരിച്ചറിവാണ്. നിങ്ങൾ നേരത്തെ തന്നെ സ്വതന്ത്രനാണ്. വിശ്വാസങ്ങൾ മാത്രമാണ് നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നതായി തോന്നിക്കുന്നത്. ഈ പ്രശ്നം അവസാനിച്ചാൽ ഞാൻ ശാന്തനാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇത് മനസ്സിന്റെ ഒരു തട്ടിപ്പാണ്. ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊന്നു വരും. മുക്തി എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും സ്വതന്ത്രമായിരിക്കാനുള്ള കലയാണ്. സമുദ്രോപരിതലത്തിൽ തിരമാലകൾ ഉയർന്നുകൊണ്ടിരിക്കും. ആഴങ്ങളിൽ സമാധാനമുണ്ടാകും. നിങ്ങളിപ്പോൾ ഉപരിതലത്തിലാണ് ജീവിക്കുന്നത്. ഓരോ തിരമാലയിലും നിങ്ങൾ ഇളകുന്നു. മുക്തിയെന്നത് ആഴങ്ങളിലേക്കിറങ്ങലാണ്. അവിടെ തിരമാലകൾ കാണാം, പക്ഷേ നിങ്ങളെ മുക്കാൻ കഴിയില്ല. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം ആ ആഴമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ജീവിതം മാറുന്നില്ല, നിങ്ങളുടെ ജീവിതരീതി മാറുന്നു. അതേ ആളുകൾ, അതേ ജോലി, അതേ ലോകം, എന്നാൽ ഉള്ളിലൊരകലം, ഒരു സാക്ഷിഭാവം, നേരിയൊരു പുഞ്ചിരി ഉണ്ടാകുന്നു. ഇനി സംഭവങ്ങൾ നിങ്ങളെ വലിച്ചിഴക്കില്ല. അവ കടന്നുപോകുന്നത് നിങ്ങൾ നോക്കി നിൽക്കും. ഇതാണ് മുക്തിയുടെ സുഗന്ധം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പരിഭ്രാന്തിയുണ്ടായത് നിങ്ങൾ നിങ്ങളെത്തന്നെ പരിമിതമായി കണ്ടതുകൊണ്ടാണ്. ആകാശം സ്വയം ഒരു മേഘമാണെന്ന് കരുതുന്നതുപോലെ. മേഘങ്ങൾ വരും പോകും, ആകാശം അവിടെ തന്നെ നിൽക്കും. നിങ്ങളുടെ ഉള്ളിലും ഒരു ആകാശമുണ്ട്. തുറന്ന അതിരുകളില്ലാത്ത, തൊടാൻ കഴിയാത്ത ചിന്തകൾ മേഘങ്ങളാണ്. വികാരങ്ങൾ മേഘങ്ങളാണ്. സാഹചര്യങ്ങൾ മേഘങ്ങളാണ്. മേഘങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വം മാറ്റി ആകാശത്തെ തിരിച്ചറിയുന്നതാണ് മുക്തി. പിന്നെ ജീവിതത്തിൽ വെയിലായാലും കൊടുങ്കാറ്റായാലും ഉള്ളിലെ തുറസായ ഇടം നിലനിൽക്കും. മുക്തി ഒരു അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. അവിടെ നിങ്ങൾ ജീവിതത്തെ ആദ്യമായി ഭയമില്ലാതെ, പിടുത്തമില്ലാതെ, കഥകളില്ലാതെ കാണാൻ തുടങ്ങുന്നു.
ആ കാഴ്ച ആഴമുള്ളതാകുമ്പോൾ മറ്റൊരു പാളി തുറക്കുന്നു. അവിടെ സ്വാതന്ത്ര്യം മാത്രമല്ല, അഗാധവും ശാന്തവുമായ ആനന്ദത്തിന്റെ ഒരു ധാര ഒഴുകുന്നു. ഇനി സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്നതൊരു ആശ്വാസവാക്യം അല്ലാതാകുന്നു. അതൊരു അനുഭവമായി മാറുന്നു. കാരണം ഓരോ സംഭവവും നിങ്ങളെ വേർപിരിയലിൽ നിന്ന് ഏകത്വത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. ഓരോ തകർച്ചയും നിങ്ങളെ നിങ്ങളുടെ പരിമിതമായ വ്യക്തിത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. ഓരോ ഭയവും നിങ്ങളെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാതിലായിരുന്നു. ജീവിതം ഒരിക്കലും നിങ്ങളുടെ ശത്രുവായിരുന്നില്ല. അതൊരു ഗുരുവായിരുന്നു. അതിന്റെ ഭാഷ കഠിനമായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ അതിനെ ശിക്ഷയായി കണ്ടു. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതിനാൽ പരാതി നന്ദിയായി മാറുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തരായ നിമിഷങ്ങളിലായിരുന്നു ജീവിതം ഏറ്റവും ആഴത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരു ശില്പി കല്ലിൽ കൊത്തുമ്പോൾ തന്നെ തകർക്കുകയാണെന്ന് കല്ല് കരുതുന്നതുപോലെ രൂപം പുറത്തുവരികയാണെന്ന് ശില്പിക്കറിയാം. നിങ്ങളും വെറുമൊരു കല്ലായിരുന്നില്ല, ഒളിഞ്ഞിരിക്കുന്ന ഒരു ശില്പമായിരുന്നു. ഇപ്പോൾ ഏകത്വത്തിന്റെ ഒരു കാഴ്ച ലഭിക്കുമ്പോൾ ജീവിതം സാധാരണമായിരിക്കില്ല, എന്നാൽ ലളിതമാകും. ഏത് ചെറിയ കാര്യവും പൂർണ്ണതയാൽ നിറയുന്നു. നടക്കുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, നിശബ്ദനായിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എത്താനല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു. പരിഭ്രാന്തി ഭാവിയിലായിരുന്നു. ഏകത്വം വർത്തമാനത്തിലാണ്. ഇനി തിടുക്കമില്ല, താരതമ്യമില്ല, നഷ്ടപ്പെടുമെന്ന ഭയമില്ല. മുന്നിലുള്ളതെന്തോ അതാണ് പൂർണ്ണത. ഇവിടെയാണ് ഈ യാത്രയുടെ ചക്രം പൂർത്തിയാകുന്നത്. ഭയത്തിൽ നിന്ന് വിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് സമർപ്പണം, സമർപ്പണത്തിൽ നിന്ന് മുക്തി, മുക്തിയിൽ നിന്ന് ആനന്ദം, ആനന്ദത്തിൽ നിന്ന് ഏകത്വം. ഇനി ജീവിതം നിങ്ങളെ വീണ്ടും ഏതെങ്കിലും വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയാൽ, വീണ്ടും എന്തെങ്കിലും തകർന്നാൽ, വീണ്ടും ഇരുട്ടുവന്നാൽ, നിങ്ങളുടെ ഉള്ളിലെവിടെയോ ശാന്തമായ ഒരു പുഞ്ചിരിയുണ്ടാകും. കാരണം കഥ അവസാനിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. പുതിയൊരു വാതിൽ തുറക്കുകയാണ്. ഇനി പരിഭ്രാന്തി വന്നാലും അത് ഉപരിതലത്തിൽ മാത്രമേ വരൂ. ആഴങ്ങളിലേക്ക് ഇറങ്ങില്ല. ആഴങ്ങളിൽ നിങ്ങൾ ശാന്തനായിരിക്കും. ആ ശാന്തതയിൽ നിന്ന് മൗനമായ ഒരു നന്ദി ഉയരും. വാക്കുകളില്ലാതെ, പ്രാർത്ഥനകളില്ലാതെ, എന്താണോ ഉള്ളത് അത് ശരിയാണ് എന്നൊരു തോന്നൽ മാത്രം. ഇവിടെ നിന്ന് ജീവിക്കുന്നത് ഒരു പോരാട്ടമല്ല, അതൊരു പ്രസാദമായി മാറുന്നു.